വാക്കുകൾ ശ്രദ്ധിച്ച് പറഞ്ഞോളൂ. എന്റെ അമ്മ തന്നൊരു പ്രശ്നമാണ് എന്നെ ഏറ്റവും ബ്ലോക്ക് ചെയ്തത്. അപ്പൊ ഞാൻ പൊട്ടിക്കിഞ്ഞു പോകും. അമ്മ എപ്പോഴും പറയും, മോനെ നമ്മളൊക്കെ പാവങ്ങളാ, മാമിസ മുക്കി, പിന്നെ നമ്മള് പാവങ്ങൾ എന്നും പാവങ്ങൾ. പ്രീഡിക്ക് തോറ്റു, എന്റെ പരിപാടി വട്ടമേശ സമ്മേളനം ഞാൻ തോറ്റു, ചേട്ടൻ തോറ്റു, ചേച്ചി പിന്നെ നേരത്തെ തോറ്റിരിക്കുന്നത്. ചേട്ടൻ ഇങ്ങനെ ആശീർവദിക്ക് റെഡിയായി. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, പറഞ്ഞു എനിക്ക് പഠിക്കുന്നു, പറഞ്ഞു ഇംഗ്ലീഷിൽ പഠിക്കണം. പട്ടക്കില്ലേ മോനെ? അതെന്താ അമ്മ പറഞ്ഞു? അപ്പോഴും അമ്മ പറഞ്ഞു വിട്ടാ ആ സ്നേഹമാണ്. അത് ഞാൻ നെഗറ്റീവായിട്ട് കണ്ടിട്ടില്ല. മോനെ നമ്മളൊക്കെ പാവങ്ങളാ. അന്ന് ഞാൻ ഒബ്ജക്ട് ചെയ്തു. അതെ ഒരു കാര്യം പറയട്ടെ അമ്മ, സ്നേഹം കൊണ്ട് പറയാ, നിങ്ങൾ പാവങ്ങളാ, എന്നെന്തിനാക്കണേ? അത് ഞാൻ സത്യം അംഗീകരിച്ചു തരാം. നമ്മളല്ല നിങ്ങൾ പാവങ്ങളാ. ഞാൻ ഫാദർ പാവപ്പെട്ടവൻ, അപ്പാപ്പൻ പേരിട്ട് പാവപ്പെട്ടവൻ, മുത്തപ്പാപ്പൻ ബ്രാൻഡാണ് അതിന്റെ ദാരിദ്ര്യ പാരമ്പര്യം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അവിടെ എന്നെ പിടിച്ചു നമ്മൾ പാവം നിങ്ങളായിക്കോ. അപ്പൊ ഫാദറിന്റെ അടുത്ത ഫാദർ എന്നെ പിടിച്ചു. ഫാദറിന്റെ റോൾ മോഡലാട്ടാ. ആ ഫാദർ പറഞ്ഞു, മോനെ നമുക്ക് ഒരുപാട് കടങ്ങളുണ്ടാ. നമുക്കല്ല ഫാദർ, നിങ്ങൾക്ക് എന്നെ പ്രസവിച്ച് ഡെലിവറി ലോൺ എടുത്തിട്ടൊന്നല്ലോ. ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ലത്. ഇതൊന്നും ഒരിക്കലും കുട്ടികൾ നമ്മുടെ മക്കളൊന്നും പറയരുത് പാവപ്പെട്ടവരാണ്. എന്തിനു പറയണേ? ബാക്ക്ഗ്രൗണ്ട് പുറമായിട്ടുള്ള ബ്രെയിൻ റിച്ച് അല്ലേ? ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അത് വിട്ടുകളി. ബ്രെയിനിൽ ഒരാൾ ക്വാളിറ്റി. എഡ്യൂക്കേഷൻ ഈസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്.